ഇടുക്കി പരുന്തുംപാറയിൽ കുരിശ് സ്ഥാപിച്ചയാൾക്കെതിരെ കേസെടുത്ത പോലീസ്. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസ്. കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പീരുമേട് ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ പരാതിയിൽ വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തത്. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നു. സുബിൻ, വിവരങ്ങൾ എന്താണ്? ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പടന്മേട് പോലീസിൽ പീരുമേട് എല്ലാ തഹസിൽദാർ പരാതി നൽകുന്നത്. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് പരാതി. ഇയാൾ നിർമ്മിച്ച വൻകിട റിസോർട്ടിന് സമീപത്തായാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കാനായി ഈ കുരിശ് സ്ഥാപിക്കുന്നത്. ഇത് കയ്യേറ്റ ഭൂമിയിൽ നിന്ന് കണ്ടതിനെ തുടർന്നും അനധികൃതമെന്ന് കണ്ടതിനെ തുടർന്നുമാണ് ഇന്നലെ റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കുകയും ഈ കുരിശ് പൊളിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ പരാതി നൽകുന്നത്. നിലവിൽ ഇപ്പോൾ തൃക്കൊടിത്താനം സ്വദേശിയായിട്ടുള്ള സജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി ഭൂമി കയ്യേറുകയും കുരിശ് സ്ഥാപിക്കുകയും ചെയ്തതിനാണ് നിലവിൽ കേസ്. അതേസമയം ഈ സംഭവത്തിൽ കൃത്യമായ പോലീസിന് നിരീക്ഷണം വേണമെന്ന് ഡിവൈഎസ്പിയോട് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തം. റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു അനധികൃത നിർമ്മാണം അവിടെ നടക്കാൻ കാരണമായത്. എന്തായാലും ഇന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ ഇന്ന് ഈ മേഖലയിൽ ഉണ്ടാകും. ഇന്നലെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പരുന്തുംപാറയിലെത്തുകയും ഈ കയ്യേറ്റ ഭൂമിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഏകദേശം 1098 ഹെക്ടറോളം ഭൂമി മുൻ സർവേ പ്രകാരം അത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. അവിടെ 9 പേർക്ക് മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളത്. ഈ പട്ടയങ്ങളുടെ സാധ്യത അടക്കം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പുറമ്പോക്ക് ഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ചില വില്ലേജുകൾ, അതായത് പെരുമേട് വില്ലേജിലെയും അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലെയും സർവേ നമ്പറുകൾ തമ്മിൽ മാറിക്കിടക്കുന്നുണ്ട്. ഈ കയ്യേറ്റക്കാരായ പലരുടെയും കയ്യിൽ ചില പട്ടയങ്ങളുണ്ട്. ഈ പട്ടയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ മാറിക്കിടക്കുന്ന സർവേ നമ്പറുകൾ പ്രകാരമുള്ളതാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടതായുള്ളത്. ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് ഈ റീസർവേ നടപടികൾ പൂർത്തിയാക്കേണ്ടതായുണ്ട്. ഈ ജില്ലാ കളക്ടർ നിയോഗിച്ച 15-അംഗ സംഘമാണ് ഈ ഒരു പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നത്. അതിൽ ഈ സർവേ വിഭാഗം രണ്ടായി തിരിഞ്ഞുകൊണ്ടാണ് ഈ പീരുമേട് വില്ലേജിലും അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലും ഈ പരിശോധനകൾ നടത്തുന്നത്. കൂടാതെ ഈ മേഖലയിലെ മറ്റ് കയ്യേറ്റങ്ങൾ, പ്രധാനമായും ഈ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി വൻകിട റിസോർട്ടുകൾ പണിത് പൊക്കിയിട്ടുണ്ട്. എല്ലാ റിസോർട്ടുകളും വീട് എന്നുള്ള ഒരു ലേവലിലാണ് പൊക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സജിത്ത് നിർമ്മിച്ചതുപോലെ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് ഇപ്പോൾ സുജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്.